ഹായ് ഫ്രണ്ട്സ്, വരിയും നിരയും എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു വരിയിൽ മനു ഇടതുനിന്ന് 15-മതും വലതുനിന്ന് 9-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിഗർ എന്ന് വരച്ച് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ ഇടതുനിന്ന് നോക്കുവാണെങ്കിൽ മനു എന്ന് പറഞ്ഞ ആൾ 15-മത്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ മനുവിന് മുമ്പിൽ, അതായത് അതിന് തൊട്ട് മുമ്പായിട്ട് 14 പേരുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ലൈനിൽ പറയുന്നത് വലത് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ മനുവിൻ്റെ പൊസിഷൻ 9-മത്. അവിടെ അതിൻ്റെ അർത്ഥം എന്താ? ഈ സൈഡിൽ നിന്നും 8 പേര് കഴിഞ്ഞതിന് ശേഷമാണ് മനുവിൻ്റെ പൊസിഷൻ. അപ്പോൾ ഈ ഒരു ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇടത് നിന്ന് അല്ലെങ്കിൽ വലത് നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്നും അല്ലെങ്കിൽ താഴെ നിന്ന് എന്ന ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം. ഇതിനകത്ത് മെയിനായിട്ട് ഒരാളുടെ തന്നെ 2 സൈഡിലുള്ള പൊസിഷൻ പറയുകയാണ്. എന്നിട്ട് ആ വരിയിൽ ടോട്ടൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ പറയുന്ന 2 വാല്യൂ ഏതൊക്കെയാണ്? 15ഉം 9ഉം ആഡ് ചെയ്യുക. എത്ര കിട്ടി? 24. അതിൽ നിന്ന് 1 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ നമ്മളെ ആൻസർ 23. ഇനി അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 15 പേരെന്ന് പറഞ്ഞല്ലോ, ഈ 15 പേരിൽ ഒരാളാരാ? മനു ആണല്ലേ. ഈ 9 പേരിലും ആരുണ്ട്? മനു ഉണ്ടല്ലേ. അപ്പം മനു എന്ന് പറയുന്ന ആളെ നമ്മൾ 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ 1 എന്നുള്ളത് കുറയ്ക്കുന്നത്. അപ്പം മാത്സ് പാടായിട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഈ പറയുന്ന 2 വാല്യൂസും കൂട്ടിയതിന് ശേഷം 1 കുറച്ചാൽ മതി. മാക്സിമം ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്, മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം തുടർന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.